പൂന്തട്ടി അവനൊന്ന് മുതലെടുത്തു. അയാൾ എൻ്റെ മേല് കയറി പിടിച്ച് എന്നെ ബ്രസ്റ്റിനൊക്കെ കയറി പിടിച്ച് പരമായിട്ട് ആക്രമിച്ചിട്ടാണ് പിടിച്ച് വലിക്കാൻ. ഞാൻ ഒച്ച ഉണ്ടാക്കിയപ്പോൾ അപ്പുറത്ത് താഴത്ത് പണിക്കാരുണ്ട്, അവിടെ വീട് പണി നടക്കുന്നുണ്ട്. അവരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. കണ്ടപ്പോൾ ഈ ഷിബുവിനെ മാറ്റിയിട്ട് ഇഷ്ടപ്പെട്ടു പോയത് തെറ്റൊന്നല്ലല്ലോ. അതിന് വയസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. വയസ്സൊക്കെ ഒരു നമ്പറാണ്, മനസ്സിലായി. അതൊന്നും അവരറിയേണ്ട ആവശ്യമില്ല. സ്റ്റേഷനത്തെ CCTV നോക്കിയാൽ ഇത് മൊത്തം കാണാൻ പറ്റും. എന്നോട് അവർ ഷൗട്ട് ചെയ്യുന്നതും എന്നെ അവർ പരാതിയായിട്ട് ഞാൻ ചെല്ലുമ്പോൾ ഒരു മൈൻഡ് വെക്കാതെ നിന്നിട്ട് അവർ എന്നോട് ഹസ്ബൻഡിനോട് കോംപ്രമൈസ് ടോക്കിങ്ങിനും ആ ഡ്രസ്സ് അതുപോലെ തന്നെ ഞാനവിടെ വെച്ചിട്ടുണ്ട്. കാരണം എനിക്ക് നീതി കിട്ടണമല്ലോ, അതുകൊണ്ട് ഞാനത് അലക്കാതെ തന്നെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. എന്നാണ് കേസ് രജിസ്റ്റർ ചെയ്തതെന്നാണ്? 19-ാം തീയതി 21-ാം തീയതി ഇന്നലെയാണ് അവർ FIR ഇട്ടത്. ഈ 3 ദിവസം എന്നെ പോലീസ് സ്റ്റേഷൻ കയറ്റി ഇറക്കി. അത് ചെന്നപ്പോഴൊക്കെ കോംപ്രമൈസിന് നിങ്ങൾ പോകണം, ഇവരെന്നെ ഇത്തിരി ഉപദ്രവിച്ചിട്ട് എൻ്റെ അടിവയറിനിട്ടൊക്കെ ചവിട്ടിയിട്ട് എൻ്റെ ക്യാഷും മാലയും പോട്ടെ, പക്ഷെ എന്നാലും എൻ്റെ നേർക്ക് ലൈംഗികാതിക്രമണം ഇതിൽ നടന്നിട്ടുണ്ട്. അതുപോലെ പരാതി കൊടുത്തപ്പോൾ ഇത് കൃത്യമായിട്ട് എല്ലതും രേഖപ്പെടുത്തി എൻ്റെ FIR വരെ ഇതൊക്കെ രേഖപ്പെടുത്തി. ഞാൻ ഇപ്പം ഇന്നലെ FIR വരെ രേഖപ്പെടുത്തിയിട്ട് അവരെന്താ ചെയ്തത്, ഇവർക്ക് ഇതുണ്ടാവല്ലോ, നമുക്ക് ശിക്ഷ ഇതുണ്ടാവല്ലോ, സെക്ഷൻസ് ഉണ്ടാവല്ലോ, അതുപോലും അവർക്ക് അനുകൂലമായ രീതിയിലാണ്. പുതിയ ഭരണം വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ് സ്ത്രീകളുടെ നേരെയുള്ള ആരോപണം. കഴിഞ്ഞ മെയ് 19-ന് തിരുവനന്തപുരത്ത് ഒരു പെൺകുട്ടിക്ക് അതായത് നടു റോഡിൽ കിട്ടിയ ദുരനുഭവം. അതായത് കഴിഞ്ഞ 3 വർഷമായി പ്രണയത്തിലായിരുന്നു ഒരുമിച്ച് ജീവിക്കുന്ന, ലിവിങ് ടുഗദറായിട്ട് ജീവിക്കുന്ന 2 ദമ്പതികളുണ്ട്. അതിൽ ഇഷ്ടപ്പെടാതെ യുവാവിൻ്റെ വീട്ടുകാർ അല്ലെങ്കിൽ ബന്ധുക്കൾ ക്രൂരമായി ഈ പെൺകുട്ടിയെ നടു റോഡിൽ വെച്ച് ആക്രമിക്കുന്നു. ചോരയൊലിപ്പിച്ചുകൊണ്ട് സ്റ്റേഷനിലേക്ക് പോകുന്നു, പോലീസ് സ്റ്റേഷനിലേക്ക് കേസ് കൊടുക്കുന്നു. ആ കേസ് രജിസ്റ്റർ ചെയ്യാൻ 3 ദിവസം താമസിച്ചു എന്നുള്ള ആരോപണവുമായി യുവതി രംഗത്ത് വരികയാണ്. ഈ കഴിഞ്ഞ 19-ാം തീയതി ചൊവ്വാഴ്ച ഞാൻ ഡോഗ്സിനൊക്കെ ഫുഡൊക്കെ കൊടുത്തിട്ട് ഞാനും ഹസ്ബൻഡും കൂടി തിരിച്ചു പോകുന്ന ടൈമിൽ ഇവിടെ മുക്കുവാല വിനായക നഗറിൽ വെച്ചിട്ട് വണ്ടി ബ്രേക്ക് ഡൗൺ ആയി, ഡീസൽ കഴിഞ്ഞതായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഞാൻ ഡീസൽ വാങ്ങിച്ചിട്ട് വരാം, ഇവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ ഇരുത്തിയിട്ട് അവൻ പോയ ടൈമിൽ ഇവൻ്റെ അമ്മയും അമ്മാമ്മയും അതുപോലെ തന്നെ അപ്പൂപ്പനും മാമനും കൂടി ബ്ലൂ കളർ കിയാ കാറിൽ നമ്മുടെ വണ്ടിയുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി. അപ്പോൾ ഞാനാദ്യം അവരെ നോക്കിയില്ല, ഞാൻ അവരെ അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. ഞാനതിൽ ഫോണിൽ നോക്കിയിരിക്കുന്ന ടൈമിൽ 2 ആണുങ്ങൾ, അവൻ്റെ അപ്പൂപ്പനും മാമനും കൂടി ഇറങ്ങി വന്നിട്ട് എന്നോട് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ ഇറങ്ങില്ല, ആദർശ് വരാതെ ഞാൻ ഇറങ്ങില്ല എന്ന് പറഞ്ഞപ്പോൾ സനൽ പറഞ്ഞ വ്യക്തി, അവൻ്റെ അപ്പൂപ്പൻ പറഞ്ഞു, അവളെ പിടിച്ചിറക്കടാന്ന് പറഞ്ഞിട്ട് വലിച്ചു. അതിൽ പിടിച്ചിറക്കടാന്ന് പറഞ്ഞപ്പോൾ ഈ പറഞ്ഞ ഷിബു എന്താട്ടി അവനൊന്ന് മുതലെടുത്തു. അയാൾ എൻ്റെ മേല് കയറി പിടിച്ച് എന്നെ ബ്രസ്റ്റിനൊക്കെ കയറി പിടിച്ച് പരമായിട്ട് ആക്രമിച്ചിട്ടാണ് പിടിച്ച് വലിക്കാൻ. മുഖത്തിന് ചെരുപ്പൊക്കെ എടുത്ത് തല്ലി. ഇവൻ്റെ അമ്മ എൻ്റെ വീട്ടിൽ കയറി നീ മോഷ്ടിച്ചില്ലേടി എന്നൊക്കെ ചോദിച്ചു എന്നോട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ വീട്ടിൽ കയറി മോഷ്ടിച്ചിട്ടില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല, നിങ്ങളുടെ വീട്ടിൽ CCTV നോക്കുന്നുണ്ട്. കരഞ്ഞ് ഒറ്റയ്ക്കായിരുന്നു ഞാൻ. അതിൽ എന്നെ പിടിച്ച് കുത്തി എൻ്റെ അടിവയറിനിട്ടിട്ട് ചവിട്ടിയിട്ട് എൻ്റെ കഴുത്തിൽ കിടക്കുന്ന മാലയും അതുപോലെ തന്നെ വണ്ടിയുടെ ഡാഷ്ബോർഡിലുണ്ടായിരുന്ന 57,500 രൂപയൊക്കെ എടുത്തിട്ട് അവർ എന്നെ വീണ്ടും ഉപദ്രവിക്കുന്ന ടൈമിലാണ് ആദർശ് വരുന്നത്. അപ്പോൾ ആദർശ് എന്നിട്ട് അവരെ തട്ടി മാറ്റിയിട്ട് വേഗം വണ്ടി എടുത്തിട്ട് മണ്ണന്തല പോലീസ് സ്റ്റേഷനിലേക്കാണ് ഫസ്റ്റ് പോയത്. അവിടെ പോയപ്പോൾ അവർ പൾസ് ഹോസ്പിറ്റലിൽ അടുത്തിപ്പോൾ നമുക്കുള്ളത് ഹോസ്പിറ്റൽ പൾസ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ പോയിട്ട് അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. നമ്മൾ കുറച്ച് അടുത്തൊരു മെഡിക്കൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മെഡിക്കൽ റിപ്പോർട്ടൊക്കെ ആയിട്ട് ഇവിടെ വന്ന് പരാതി കൊടുക്കാൻ വന്നപ്പോൾ ഇവരാരും എന്നെ പരിഗണിച്ചില്ല. പോലീസുകാർ ഒരു 3 മണി തൊട്ടിട്ട് 6 മണി 7 മണി വരെ അവിടെ ഇരുത്തിയിട്ട് ഞാൻ പരാതി എഴുതി കൊടുത്തിട്ട് റെസിപ്റ്റ് തരാതെ, പെട്ടെന്ന് കിട്ടേണ്ട ഒരു റെസിപ്റ്റ് അവർ പരാതി എഴുതി കൊടുത്തിട്ട് റെസിപ്റ്റ് തരാതായിരുന്നു. അത് ഞാൻ കയറിയിട്ട് ആ സാറിനോട് ചോദിച്ചു. കാരണം എനിക്ക് ചവിട്ട് കിട്ടിയിട്ട് ബ്ലീഡിങ് നല്ലോണം ഉണ്ടായിരുന്നു. അതൊക്കെ ഇതായിട്ടാണ് ഞാൻ കൊതുകടിയും കൊണ്ടിട്ടാണ് ഞാൻ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, അപ്പോൾ ഇതുവരെ ഇരുന്നത് അഭിനയമായിരുന്നു എന്നോട് ചോദിച്ചു. അഭിനയിക്കേണ്ട ആവശ്യമുള്ള സ്ത്രീക്ക് ഇല്ലല്ലോ അതിൻ്റെ ഉള്ളിൽ കയറി ചെന്നിട്ട് അഭിനയിക്കേണ്ട. കാരണം നമ്മളൊരാൾ പരാതി കൊടുത്താൽ FIR ഇടേണ്ടൊരു ചുമതല അവർക്കുണ്ട്, അല്ലെങ്കിൽ ജസ്റ്റ് അന്വേഷിക്കേണ്ട ചുമതലയെങ്കിലും ഉണ്ട്. ഇവർ ഒരു മൈൻഡും എനിക്ക് തന്നില്ല. അവിടെ അത്രയും വനിതാ പോലീസ് ഉണ്ട് അവിടെ, പക്ഷെ അവരാരും ഒരു മൈൻഡും എനിക്ക് തന്നില്ല. കാരണം എന്താണ് സംഭവിച്ചത്, വനിതാ പോലീസിനെയൊക്കെ എന്തിനാണ് പോലീസ് സ്റ്റേഷനിൽ നിർത്തിയിട്ടുള്ളത്? അപ്പോൾ കണ്ട ആൾക്കാരിൽ നിന്ന് ക്യാഷ് വാങ്ങിച്ചിട്ട് അവർക്ക് ഇതാക്കാൻ വേണ്ടിയിട്ടല്ല, അവർക്ക് ഫേവർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല. സ്ത്രീകൾക്ക് എതിരെ വരുന്ന, സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ, അവർക്ക് എതിരെ വരുന്ന എന്ത് അറ്റംപ്റ്റും അവർ എന്തായാലും ഏറ്റെടുക്കണം. പക്ഷെ അവരൊന്നും നോക്കാതെ അവർ എന്നെ തിരുത്താൻ വരിക. എന്നോടും ആരും മിണ്ടുന്നില്ല.
ഇതൊക്കെ എൻ്റെ ഹസ്ബൻഡിനോടാണ് പറഞ്ഞത്, നീ കോംപ്രമൈസ് ആക്കി, നീ കുടുംബക്കാരല്ല, നമുക്ക് എന്താ വെച്ചാൽ സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് ചെന്ന ടൈമിൽ എൻ്റെ പാൻറ്റ് നിറച്ചും ബ്ലഡായിരുന്നു. ഇതൊക്കെ ഇവർ കാണുന്നുണ്ട്. ഇപ്പോഴും ഞാൻ ആ പാൻറ്റ് ഒന്നും ചെയ്യാതെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കള്ളം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേഷനത്തെ CCTV നോക്കിയാൽ ഇത് മൊത്തം കാണാൻ പറ്റും. എന്നോട് അവർ ഷൗട്ട് ചെയ്യുന്നതും, എന്നെ അവർ പരാതിയായിട്ട് ഞാൻ ചെല്ലുമ്പോൾ ഒരു മൈൻഡ് വെക്കാതെ നിന്നിട്ട് അവർ എന്നോട് ഹസ്ബൻഡിനോട് കോംപ്രമൈസ് ടോക്കിങ്ങിനും ആ ഡ്രസ്സ് അതുപോലെ തന്നെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. കാരണം എനിക്ക് നീതി കിട്ടണമല്ലോ, അതുകൊണ്ട് ഞാനത് അലക്കാതെ തന്നെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. എന്നാണ് കേസ് രജിസ്റ്റർ ചെയ്തതെന്നാണ്? 19-ാം തീയതി 19-ാം തീയതി 21-ാം തീയതി ഇന്നലെയാണ് അവർ FIR ഇട്ടത്. ഈ 3 ദിവസം എന്നെ പോലീസ് സ്റ്റേഷൻ കയറ്റി ഇറക്കി. അത് ചെന്നപ്പോഴൊക്കെ കോംപ്രമൈസിന് നിങ്ങൾ പോകണം, നിങ്ങൾ ഇവരെന്നെ ഇത്തിരി ഉപദ്രവിച്ചിട്ട് എൻ്റെ അടിവയറിനിട്ടൊക്കെ ചവിട്ടിയിട്ട് എൻ്റെ ക്യാഷും മാലയും പോട്ടെ, പക്ഷെ എന്നാലും എൻ്റെ നേർക്ക് ലൈംഗികാതിക്രമണം ഇതിൽ നടന്നിട്ടുണ്ട്. അതുപോലെ പരാതി കൊടുത്തപ്പോൾ ഇത് കൃത്യമായിട്ട് എല്ലതും രേഖപ്പെടുത്തി, എൻ്റെ FIR-ൽ വരെ ഇതൊക്കെ രേഖപ്പെടുത്തി. ഞാൻ ഒരു സ്ത്രീ അത്രയും നല്ല രീതിയിൽ അവിടെ, അപ്പം എന്തിനാ അവർ വന്നേ? ഞാൻ കേസ് കൊടുത്താൽ അവരെന്താ ചെയ്യണ്ടേ? ഒന്നും വേണ്ട, സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയിട്ട് ചോദിക്കണ്ടേ? അതിൻ്റേതായ കാര്യങ്ങൾ, നടപടികൾ സ്വീകരിക്കും. എന്നെ ഉപദ്രവിച്ച 2 ആൾക്കാർ, ഞാനും എൻ്റെ വക്കീലും കയറി ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്നു. എന്നിട്ട് അവരോട് എന്നിട്ട് അവിടുത്തെ ആ പോലീസുകാരൻ പോകാൻ പറഞ്ഞു. അവർക്ക് കോംപ്രമൈസ് നടക്കില്ല, ഞാൻ FIR ഇടുകയാണെന്ന് കണ്ടപ്പോൾ. കാരണം വെച്ചാൽ ഈ 3 ദിവസം ഞാൻ പിറ്റേ ദിവസം കമ്മീഷണർ ഓഫീസിൽ ചെന്നിട്ട് ഞാൻ സാറിനോട് ഇങ്ങനെ മാഡത്തിനോട് പറഞ്ഞപ്പോൾ അവിടുത്തെ മാഡം എന്നോട് പറഞ്ഞു, അവിടുത്തെ ഇവിടെ വിളിച്ചവർ കോൾ ചെയ്ത്, എന്താ അയ്യോ ഞങ്ങളത് റെസിപ്റ്റ് കൊടുത്തതാണല്ലോ, എന്താ FIR ഇടാത്തത് ചോദിച്ചപ്പോൾ അതൊന്നും മിണ്ടിയില്ല. ഞാൻ അവിടുത്തെ എല്ലാ കാര്യം ഞാൻ ഉറക്കനെ വിളിച്ചു പറഞ്ഞു, കാരണം എനിക്ക് ഷൗട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ എൻ്റെ വേദന ഒന്നും നോക്കിയില്ല, കാരണം എനിക്ക് വേണ്ടി സംസാരിക്കണേ ഞാൻ മാത്രം. കാരണം അയാൾ എൻ്റെ മേല് കയറി പിടിച്ചതും അയാളുടെ അശ്ലീലം തൊട്ട് എനിക്ക് ഇപ്പോൾ എൻ്റെ മനസ്സിൽ പോകുന്നില്ല. കാരണം ഞാൻ അയാളുടെ മകൻ്റെ സ്ഥാനമുള്ള ഒരാളുടെ വൈഫാണ്. അപ്പോൾ അയാൾ വീണ്ടും കാണാനുള്ള ഒരാളും കൂടി ആയിരിക്കും എന്നുള്ള ചിന്താഗതിയിൽ എനിക്കത് അയാളെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലാണ് അയാൾ എന്നെ കയറി പിടിച്ചിട്ടുള്ളത്. കമ്മീഷൻ ഓഫീസിൽ ഞാൻ പിറ്റേ ദിവസം അന്ന് കേസ് രജിസ്റ്റർ ചെയ്യാത്തതുകൊണ്ട് ഞാൻ കമ്മീഷൻ ഓഫീസിൽ പോയി. അവിടെ ചെന്നപ്പോൾ ഇവരെ വിളിച്ചതുകൊണ്ട് നമ്മളിവിടെ വന്നപ്പോൾ ഇവർ പറഞ്ഞു FIR അന്നും ഇടാം അവർക്ക്. അവിടെ വനിതാ പോലീസുണ്ട്, മൊഴിയെടുക്കാൻ ആരുമില്ല എന്നുള്ളത്. എനിക്ക് ഇതിൽ കയറി ശീലമില്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല ആരാ മൊഴിയെടുക്കാന്ന്. വനിതാ പോലീസാണ് എന്നെ മൊഴിയെടുക്കാമെന്ന് എനിക്കറിയില്ല. മൊഴിയെടുക്കാൻ ആരുമില്ല, അങ്ങനെയാണ് ഇങ്ങനെ. പിന്നെ ഇവർ അതിൻ്റെ മേലുദ്യോഗസ്ഥ അവിടെ നോക്കുന്ന ഏറ്റവും വലിയ മേലുദ്യോഗസ്ഥ, ആ സാറിൻ്റെ പേര് CI സാറോ ആരോ ഉണ്ട് അവിടെ. ആ സാറിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. ആ സാറ് വന്നിട്ട് പോലും എന്നോട് ചോദിച്ചില്ല, എന്താ നീ ഇതുവരെ എന്താ കേസിൻ്റെ പറ്റി ഒന്നും ചോദിക്കുന്നില്ല. ഇവരൊക്കെ എന്നോട് കോംപ്രമൈസിന് പറയുന്നു. അത് എവിടുത്തെ ന്യായമാണ്? ഒരിക്കലും ചെയ്തിട്ടില്ല, അങ്ങനെ ചെയ്തില്ല. ഞാൻ അവിടെ ചെന്നിരുന്നിട്ട് അവിടെ അന്ന് മഫ്തിയിലായിരുന്നു ഒരു സാർ ഇരുന്നായിരുന്നത്. ആ സാറ് പറഞ്ഞു, നിങ്ങൾക്ക് ഇങ്ങനെ പോയാൽ പറ്റുമോ, കോംപ്രമൈസിലായിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ, ഇങ്ങനെ ആയിക്കോട്ടെ എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ആരോട്? എൻ്റെ ഹസ്ബൻഡിനോട്. എന്നെയല്ല, ഞാനവിടെ പൊട്ടന്മാരമായിരിക്കും ഇരിക്കുന്നത്. ഞങ്ങൾ ഒരിക്കലും കോംപ്രമൈസ് ടോക്കിങ്ങിന് അവരോട് പോയിട്ടില്ല. നിലപാടെന്താണ് താങ്കളുടെ നിലപാട്? എനിക്കിത് ഇതായിട്ട് FIR ഇട്ടിട്ട് എന്നെ ഉപദ്രവിച്ച ആൾക്കാർക്ക് നല്ല ശിക്ഷ ലഭിക്കണം, മനസ്സിലായോ? എൻ്റെ നേരെ റോബറി അറ്റംപ്റ്റും കൂടി നടത്തിയതാണ്. കാരണം എൻ്റെ മകൻ്റെ മാല, അവരുടെ മകൻ്റെ മാലയൊന്നല്ല അത്, എൻ്റെ അമ്മ എനിക്ക് ഉണ്ടാക്കി തന്ന മാലയാണ്. റെസിപ്റ്റ് വരെ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ എന്തിനവരത് പറയണം? അത് അവരെടുത്തോട്ടെ, പക്ഷേ ഞാനൊരു പെണ്ണല്ലേ, ആ പരിഗണന അവരെനിക്ക് തരണ്ടേ? എന്നെ നടുറോട്ടിലിട്ടിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അവരെ ആങ്ങളേനെ കൊണ്ടൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യിപ്പിക്കുക. എനിക്ക് ഇവിടെയും കൊണ്ടൊന്നും വയ്യ. നല്ല ബുദ്ധിപൂർവ്വമാണ് അവർ കടിച്ചത്. സ്പോഞ്ചിൻ്റെ ചെരുപ്പെടുത്ത് തല്ലുക, ഇതൊക്കെയാണ് അവർ ചെയ്തിട്ടുള്ളത്. ഇന്നലെ ചെന്നിട്ട് ഇന്നേ വരെയായിട്ട് ആ ഒരു ആളെ എന്നെ ലൈംഗികാതിക്രമണം നടത്തിയ ആളെയും കൂടി, മറ്റവരെ പിന്നെ എന്താ പെണ്ണുങ്ങളാണെന്ന രീതിയിൽ ഇയാളെയും കൂടി അറസ്റ്റ് ചെയ്തില്ല. അയാൾ ഹോസ്പിറ്റലിലാണ്, അയാൾക്ക് ഫേവർ ചെയ്തുകൊണ്ട് നടക്കുന്നു. നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ്. നിയമപരമായിട്ട് ഞാൻ മുന്നോട്ട് പോകും. എന്നെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ശിക്ഷ അനുഭവിക്കണം. കാരണം വെച്ചാൽ എനിക്ക് അത്രയും വേദന ഉണ്ട് എൻ്റെ മേൽ.